പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വിമാനത്തിന് സാധാരണഗതിയിൽ ഇടിവെട്ടാറുണ്ടോ? ഇടിവെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇടിവെട്ടിൽ നിന്നും എങ്ങനെയാണ് വിമാനം രക്ഷപ്പെടുന്നത്? പൈലറ്റ് എന്താണ് ചെയ്യേണ്ടത്? എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്താണ്? വിമാനം താഴെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? വിമാനത്തിന് ഇടിവെട്ടാറ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. ശരാശരി ഏതാണ്ട് ഒരു വർഷം ഒരു വിമാനത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ഇടിവെട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു 15,000 അടി താഴെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ക്ലൗഡ്സിൽ അയോൺസ് ചാർജ് ആവുകയും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ വിമാനം അതിൽ കൂടി കടന്നു പോകുമ്പോഴാണ് കൂടുതലുമായിട്ടും ഇടിവെട്ടാറുള്ളത്. എന്നാൽ വിമാനം ഉയർച്ചയിലേക്ക് പോയി കഴിയുമ്പോൾ ഇടിവെട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇടിവെട്ടിൽ നിന്നും വിമാനം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഹൈലി പൊട്ടൻഷ്യലായിട്ടുള്ള അയോൺസ് ചാർജസ് വിമാനത്തിൻ്റെ ഫ്യൂസ്ലേജിലേക്ക് വരുമ്പോൾ വിമാനത്തിൻ്റെ സ്കിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും അലുമിനിയം അലോയ് അല്ലെങ്കിൽ കാർബൺ ഫൈബർ കൊണ്ടാണ്. കാർബൺ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ബ്രൈഡഡ് മെറ്റൽ കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടിവെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിമാനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പടരുകയും അത് വിമാനത്തിൻ്റെ ബോഡി ഒരു ഫാരഡേസ് കേജ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിനുള്ളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുകയില്ല. വിമാനത്തിനുള്ളിലെ എല്ലാ കമ്പോണൻസും വിമാനവുമായിട്ട് എർത്ത് ചെയ്തിരിക്കുകയാണ്. ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കോപ്പർ വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ വിമാനത്തിലുള്ളവർ ആരും തന്നെ വിമാനത്തിന് ഇടിവെട്ടിയതായിട്ട് അറിയാനുള്ള സാധ്യതയില്ല. എന്നാൽ എവിടെയാണ് വിമാനത്തിന് ഇടിവെട്ടുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വിമാനത്തിന് ഇടിവെട്ടുന്ന സ്ഥലത്തിന് സാധാരണ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് എന്നാണ്. ഒന്നിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് അറിയപ്പെടുന്നത് സ്വെപ്റ്റ് സ്ട്രോക്സ് എന്നാണ്. അതായത് അടുത്തടുത്തായിട്ട് പല സ്ഥലത്ത് ഇടിവെട്ടിയതായിട്ട് കാണാൻ സാധിക്കും. ഇത് ന്യൂട്രലൈസ് ചെയ്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ട് വിമാനത്തിലുള്ള യാത്രക്കാരോ പൈലറ്റിനോ യാതൊരു വിധത്തിലുള്ള അസൗകര്യങ്ങളും ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഫ്യൂസ്ലേജിൽ അല്ലെങ്കിൽ വിങ്സിൽ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് ഒരുപോലെ ആവുകയും വിമാനത്തിൻ്റെ ഏറ്റവും പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൂടിയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിസ്ചാർജ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നത്. അതായത് വിങ്ങിൻ്റെ ടിപ്പ്, ടെയിൽ പ്ലെയിനിൻ്റെ ടിപ്പ്, വെർട്ടിക്കൽ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഫിന്നിൻ്റെ ടിപ്പ്, അങ്ങനെയുള്ള ഏരിയയിൽ കൂടിയാണ്. പക്ഷേ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ ബേൺ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഡിസ്ചാർജ് ഏരിയയിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഈസി ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ഡിസ്ചാർജേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വിക്സ് എന്ന് പറയുന്ന 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ നീളമുള്ള ചെറിയ ചെറിയ സ്റ്റബ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇടി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് ഡിസ്ചാർജ് മുഴുവൻ ഈ ഡിസ്ചാർജ് കൂടി വെളിയിലേക്ക് പോവുകയും വിമാനം സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ഇനി ഒരു വിമാനം ഇടി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിന് അറിഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് സാധാരണഗതിയിൽ പൈലറ്റ് ഇങ്ങനെയുള്ള ചാർജ്ഡ് അറ്റ്മോസ്ഫിയർ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു 15,000 അടി താഴെ ചാർജ്ഡ് ആയിട്ടുള്ള ക്ലൗഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വെതർ റഡാറിൽ കാണാൻ സാധിക്കും. ഒന്നുകിൽ അവർ അതിന് മുകളിൽ കൂടി പറക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ താഴെ മാറി പറക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കും. പക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. കാരണം ആ ഏരിയയിൽ വേറെ വിമാനങ്ങളുണ്ടെങ്കിൽ പൈലറ്റിന് ഗതി മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷനുകളിൽ പൈലറ്റ് ക്ലൗഡ്സിൽ കൂടി തന്നെ പോകേണ്ടി വരികയും ചെയ്യും. അപ്പോഴാണ് ഈ ഇടിവെട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുന്നത്. ഇനി ഇടിവെട്ടുന്നത് നമുക്ക് വിമാനത്തിൽ ഇരുന്നാൽ കാണാൻ സാധിക്കുമോ എന്ന് നോക്കാം. സാധാരണ യാത്രക്കാർക്ക് ആകാശത്ത് ഇടിവെട്ടുന്നത് കാണാൻ സാധിക്കും. പക്ഷേ കോക്പിറ്റിലെ അനുഭവം തികച്ചും വ്യത്യസ്തം തന്നെയാണ്.
അതായത് ഒരു ചാർജ് അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഇടിവെട്ടുമ്പോൾ കോക്പിറ്റിലെ വിൻഡ്ഷീൽഡിൽ കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിൻഡ്ഷീൽഡിലാണ് ഇടിവെട്ടുന്നതായിട്ട് അതേ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പൈലറ്റിന് അവരുടെ 2-3 അടി മുമ്പിൽ ഇടിവെട്ടുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വിമാനത്തിൻ്റെ മുൻവശത്തെ വിൻഡ്ഷീൽഡ്, അതും സൈഡിലുള്ള ഗ്ലാസും എല്ലാം 3 ലെയറാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഔട്ടർ ലെയർ ഹാർഡൻഡ് ആൻഡ് ടഫൻഡ് ഗ്ലാസ് ആണ്. ആ ലെയറിനകത്ത് ഒരു ഗോൾഡ് ഫിലിം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഗോൾഡ് ഫിലിം കോട്ടിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ഏതെങ്കിലും രീതിയിൽ വിമാനത്തിൻ്റെ ഈ സ്നോ അല്ലെങ്കിൽ ആൻറ്റി ഐസ്, ഡി ഐസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പൈലറ്റ് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടാണ് ഈ ഗോൾഡ് ഫിലിമിനെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വിമാനത്തിന് ഇടിവെട്ടുമ്പോൾ ഈ ഗോൾഡ് ഫിലിമിൽ കൂടി ഈ ഇടിവെട്ടിൻ്റെ ചാർജസ് പാസ് ചെയ്യുകയും ആകാശത്ത് കാണുന്ന അതേ രീതിയിൽ തന്നെ ഈ വിൻഡ്ഷീൽഡ് ഇടിവെട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടും അപകടകരമല്ല. കാരണം ആ ഡിസ്ചാർജ് നേരത്തെ വിവരിച്ച രീതിയിൽ തന്നെ വിമാനത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും സ്റ്റാറ്റിക് ഫിക്സിലൂടെ വെളിയിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ വിമാനം താഴത്തേക്ക് വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ പൊട്ടൻഷ്യലും ഗ്രൗണ്ടിൻ്റെ പൊട്ടൻഷ്യലുമായിട്ടും നല്ല വ്യത്യാസം സാധാരണഗതിയിലുണ്ടാകും. എന്നാൽ പഴയ കാലത്ത് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലാൻഡിംഗ് ഗിയറിൻ്റെ താഴെ വിക്സ്, നീണ്ടയുള്ള മെറ്റൽ വയേഴ്സ് തൂങ്ങിക്കിടക്കുന്നത് കാണാനുണ്ടായിരുന്നു. കാരണം അതാണ് സാധാരണഗതിയിൽ ആദ്യം നിലത്ത് തുടങ്ങുകയും ഉള്ള സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിസ്ചാർജ് ചെയ്യുകയും വിമാനം താഴെ ഇറങ്ങുമ്പോൾ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. എന്നാൽ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ വിമാനത്തിൻ്റെ വീലുകൾ, അതായത് ടയറുകൾ കണ്ടക്റ്റീവാണ്. വിമാനം ആദ്യം ഗ്രൗണ്ടിൽ ടച്ച് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ വിമാനത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മുഴുവൻ ന്യൂട്രലൈസ് ചെയ്യുകയും വിമാനത്തിലുള്ള എല്ലാവരും സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. വിമാനം ഒരു ബേയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഉണ്ടായതായിട്ട്, ഇടിവെട്ടിയതായിട്ട് പൈലറ്റിന് സംശയമുണ്ടെങ്കിൽ പൈലറ്റ് അത് ഗ്രൗണ്ട് എഞ്ചിനീയറോട് അറിയിക്കുകയും ഗ്രൗണ്ട് എഞ്ചിനീയർ വിമാനത്തെ ഇൻസ്പെക്റ്റ് ചെയ്യുകയും സ്റ്റാറ്റിക് വിക്സോ അതേപോലെ ഡിസ്ചാർജസ് ഏതെങ്കിലും ബേൺ ഔട്ടായിട്ടുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഈ ലൈറ്റ്നിങ് പോയിൻറ്റ്സിനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ സാധാരണ നോക്കുന്നത് ചെറിയ ബേൺ മാർക്സ്, അതായത് ഒരു 1/2 സെൻറ്റിമീറ്ററിലും വട്ടത്തിലും കുറഞ്ഞ ബേൺ മാർക്സ് ആണ് സാധാരണ ലൈറ്റ്നിങ് അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അടുത്ത സ്റ്റേജിലേക്കുള്ള ഇൻസ്പെക്ഷൻസിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അനുസരിച്ച് വിമാനത്തിൽ ഇടിവെട്ടാറുണ്ട്. ഇടിവെട്ടിയാലും വിമാനത്തിലെ യാത്രക്കാരും എല്ലാവരും വളരെ സുരക്ഷിതമാണ്. അപ്പോൾ വിമാനത്തിലെ ലൈറ്റ്നിങ് സ്ട്രൈക്കിനെ പറ്റിയുള്ള സാങ്കേതികമായ വിവരണങ്ങളാണ് ഇതുവരെ നൽകിയത്. അപ്പോൾ സുരക്ഷിതമായിട്ട് തന്നെ യാത്ര നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. 18 ഡിസംബർ 2025 ജഡയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന വിമാനം കോഴിക്കോട്ട് ഇറങ്ങാതെ അത് കൊച്ചിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊച്ചിയിൽ ഒന്നൊരു എമർജൻസി ലാൻഡിങ് ചെയ്യുകയാണ് ചെയ്തത്.